ബാറക്കുമോർ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലേക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ഇന്ന് കേൾക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ അനുവദിക്കുന്നത് എന്തിനാണ്? ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ മനുഷ്യൻ സഹനത്തിൻ്റെ കഷ്ടതയുടെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളുമായി, ശാരീരികമായി മാനസികമായി ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ, നാളെയെക്കുറിച്ച് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട്, ഒരുപക്ഷെ നമുക്ക് ചുറ്റും പടർന്നു പിടിച്ചിരിക്കുന്ന രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും കണ്ടുകൊണ്ട്, സാമ്പത്തികമായ തകർച്ചകളെല്ലാം നാം മുന്നിൽ കണ്ടുകൊണ്ട് നെടുവീർപ്പിടുമ്പോൾ, ഈ സഹനം എന്തുകൊണ്ട് ദൈവം, ഈ കഷ്ടത ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് നാം പലപ്പോഴായി നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഉത്തരമാണ്, സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ദൈവത്തെ അറിയാനുള്ള ഒരു ബാലശിക്ഷയായി ദൈവം സഹനം നൽകാറുണ്ട്, അനുവദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നാം കേട്ടതാണ്, ധ്യാനിച്ചതാണ്. എന്നാൽ ഇന്ന് നാം കേൾക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ, കഷ്ടതകൾ അനുവദിക്കുന്നത് നാം പാപം ചെയ്യാതിരിക്കാനാണ്. അല്ലെങ്കിൽ ചെയ്തു പോയ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം നൽകുന്ന ഒന്നാണ് സഹനമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതയാത്രയിൽ അറിഞ്ഞോ അറിയാതെയോ പാപത്തിൽ വീണുപോകുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുവാൻ, സ്വയത്തിലേക്ക് തിരിയുവാൻ ദൈവം അനുവദിക്കുന്ന ഒന്നാണ് സഹനം. സഹനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ സഹനം നമ്മിലേക്ക് തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഒന്നാണെന്ന് നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ, സങ്കീർത്തനയുടെ പുസ്തകം 119 സങ്കീർത്തനം അതിൻ്റെ 67 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കഷ്ടതയിൽ ആകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഞാൻ അറിഞ്ഞോ അറിയാതോ പാപത്തിൽ വീണുപോയി, പാപം ചെയ്തു പോയി. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ കഷ്ടതയിൽ നിൻ്റെ വചനം അനുസരിക്കാൻ, പ്രമാണിക്കാൻ അത് കാരണമായി. അപ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ, സ്വയത്തിലേക്ക്, എന്നിലേക്ക് എനിക്ക് നോക്കാനുള്ളൊരു അവസരമായതിനെ കാണണം. എൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ ദൈവകൽപ്പന അനുസരിക്കുവാൻ, പാപം വെറുത്തുപേക്ഷിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒരു മുഖാന്തരമാണ്. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ, ആരുടെയെല്ലാം ജീവിതത്തിൽ ദൈവം സഹനം അനുവദിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവവചനം അനുസരിക്കുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, പാപം ഉപേക്ഷിച്ച് ദൈവ വഴിയിൽ ജീവിക്കുന്നവരായി മാറുന്നത് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്ന ഒന്നാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം പെരുകുമ്പോൾ ദൈവം ആ വ്യക്തിയെ തിരുത്തുവാൻ സഹനം അനുവദിക്കാം. വീണ്ടും സങ്കീർത്തനയുടെ പുസ്തകം 107 സങ്കീർത്തനം അതിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായില്ല. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു.
അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഇവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് ആ മനുഷ്യൻ്റെ പാപബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ സങ്കീർത്തകൻ അനുതാപത്തോടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. ഇരുട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധത എന്ന് പറയുന്നത്, ഇരുട്ട് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമില്ലാത്തൊരു അവസ്ഥയാണ്. ഇതിനാണ് പാപമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പാപത്തിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ആ വ്യക്തിയിൽ ഇല്ല, ദൈവത്തിന് അകന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് പാപമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമത്തിന് എതിരായി നിൽക്കുന്ന, ഇവിടെ വീണ്ടും വചനം പറയുന്നുണ്ട്, അരിഷ്ടതയാലും ഇരുമ്പ് ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമില്ല. ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് പറയുന്നൊരവസ്ഥ, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നെടുവേർപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നുവിടുമ്പോൾ, ഇവിടെ അങ്ങനെ പാപത്തിൻ്റെ ബന്ധനത്തിൽ, ഇരുട്ടിൻ്റെ അന്ധതമസിൽ, ചെങ്ങലയാൽ കെട്ടപ്പെട്ടൊരവസ്ഥയിൽ, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ, ഇതാ ആ കഷ്ടതയിൽ അവർ നിലവിളിക്കുമ്പോൾ ദൈവം അവരുടെ നിലവിളി കേൾക്കുകയാണ്. അതിനും പറയുന്നു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു, അവരുടെ കഷ്ടതയിൽ നിന്ന്, അവരുടെ സഹനങ്ങളിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. വീണ്ടും വചനം പറയുകയാണ്, അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അതായത് പാപത്തിൻ്റെ അടിമ മുഖത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയൊരു മുഖാന്തരമാണ് അവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ. ഇവിടെ വചനം പറയുന്നു, അവരുടെ ബന്ധനങ്ങളെ അവൻ അറുത്തു കളഞ്ഞു. ഇന്ന് പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, പിശാചിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നൊരു വ്യക്തിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ല. ദൈവത്തെ അറിയുവാനും ദൈവ വചനമനുസരിച്ച്, ദൈവ കൽപ്പനകളനുസരിച്ച് ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവം ഒരുപക്ഷെ സഹനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുവദിക്കാം. ഒരുപക്ഷെ കുടുംബത്തിൽ സഹനങ്ങൾ അനുവദിക്കാം. ഒരു ദേശത്ത്, ഒരു രാജ്യത്ത് ദൈവം സഹനം അനുവദിക്കുമ്പോൾ ദൈവത്തിന് അതിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങളെ ഓർക്കുവാനും അനുദപിക്കുവാനും ആ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും ദൈവത്തെ ആശ്രയിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒരു അവസരമായി തീരാം. ഇവിടെ വചനം പറയാണ്, അവർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവർ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു, അവരുടെ കഷ്ടതയിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവർ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്ന് പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പാപം അവനെ ബന്ധനത്തിലാക്കുമ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് വിടിയിക്കുവാൻ ഒരുപക്ഷെ ദൈവം സഹനം അനുവദിക്കാം. വീണ്ടും സങ്കീർത്തന പുസ്തകം 107 സങ്കീർത്തനം തന്നെ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനെങ്ങനെ പറയുന്നു, ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾക്ക് ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അപ്പോൾ ജീവിതത്തിൽ കഷ്ടത വരാൻ ഒരു കാരണം, ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ, ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്ന മുഖാന്തരമായിട്ട് അവരുടെ അകൃത്യ നിമിത്തം അവരുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നു. അതിനെ പറയുകയാണ്, ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും അവർ കഷ്ടപ്പെട്ടു. ഇങ്ങനൊരു കഷ്ടത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന അടുത്ത പ്രവൃത്തിയാണ്, വചനം പറയുന്നു, അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാതിലോട് സമീപിച്ചിരിക്കുന്നു. സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നുന്നൊരു സമയം എപ്പോഴെന്ന് ചോദിച്ചാൽ രോഗം വരുമ്പോഴാണ്.
അപ്പോൾ ഇവർക്ക് വന്ന കഷ്ടത എന്ന് പറയുന്നത് മാരകമായ രോഗങ്ങളായിരിക്കാം, ശാരീരികമായ രോഗങ്ങളായിരിക്കാം. ഇവിടെ വചനം പറയുന്നു, അവർ തങ്ങളുടെ ലംഘനങ്ങൾ നിമിത്തം, അകൃത്യം നിമിത്തം അവർ കഷ്ടത അനുഭവിച്ചു. അവർ അനുഭവിച്ച കഷ്ടത രോഗമായിരുന്നു. പാപം മൂലം ഇവിടെ രോഗത്തിൻ്റെ ബന്ധനത്തിലായ വ്യക്തികളെക്കുറിച്ചാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അവർ മരണവാതിലൂടെ സമീപിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, അവരുടെ കഷ്ടതയിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഇവിടെ കർത്താവിൻ്റെ വലിയൊരു വിടുതൽ എപ്പോഴാണ്? അവർ തൻ്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ, തൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും കഷ്ടതയും വേദനയെല്ലാം ഉണ്ടാകുമ്പോൾ അനുതപിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു അവസരമാണ്. ഇന്ന് മനുഷ്യൻ ദൈവം നൽകിയ നന്മകൾ അനുഭവിച്ച് ആ നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയാതെ സ്വയത്തിൽ അഹങ്കരിച്ച്, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, ഞാൻ അധ്വാനിച്ചു, ഞാൻ ഉണ്ടാക്കി, എൻ്റെ കഴിവാണിത്, എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണിത് എന്ന് സ്വയം അഹങ്കരിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയുവാൻ, അവൻ്റെ പാപാവസ്ഥയെ തിരിച്ചറിയുവാൻ ദൈവം ഒരുപക്ഷേ ഈ സഹനം അനുവദിക്കാം. ഇവിടെ വചനം പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. അവർ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ ദൈവവചനം കേട്ട് അനുസരിക്കാൻ, പാപം വെറുത്തുപേക്ഷിക്കുവാൻ ഒരുപക്ഷെ ഈ സഹനം അത് മുഖാന്തരമായി തീരാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ രോഗങ്ങളോ ദുഃഖങ്ങളോ വേദനകളോ വരാത്തത് കൊണ്ട് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാനോ നാം ആയിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാനോ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ സഹനത്തിൻ്റെ മധ്യത്തിൽ, ഈ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ കഷ്ടതയുടെ മധ്യത്തിൽ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, പാപം മൂലം രോഗം ബാധിച്ചിരിക്കുന്ന ആത്മാവിനും സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒരവസരമാണ് ഈ സഹനം. ഇത് അനേകം വ്യക്തിയുടെ ജീവിതത്തിൽ തങ്ങളുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ച്, തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച്, തൻ്റെ ദുർഭാരങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരുടെ കഷ്ടതയിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ദൈവം അവർക്ക് വിടു നൽകിയതായിട്ട് അനേക സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഈ കഷ്ടത പാപമോചനത്തിനും ദൈവവചനം പ്രമാണിക്കുവാനും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ഒരുക്കുന്നൊരു മുഖാന്തരമായി നാം ഇതിനെ കാണുന്നുവെങ്കിൽ ഇത് നമുക്ക് സൗഖ്യത്തിന്, വിടുതലിന്, അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. അത് ഒരുപക്ഷെ ശാരീരികമായ രോഗം നമുക്കില്ലെങ്കിലും പാപം ചെയ്ത് ആത്മാവിലുള്ള വ്രണം, ആത്മാവിലുള്ള രോഗം നാം കണ്ടെത്തി ആ പാപം വെറുത്തുപേക്ഷിച്ച്, ആ പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ ഈ കഷ്ടത, ഈ സഹനം അതിന് മുഖാന്തരമായി തീരണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 സങ്കീർത്തനം 143 വാക്യം കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കഷ്ടതകളും രോഗങ്ങളും ദാരിദ്ര്യവും വേട്ടയാടുമ്പോൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ സന്തോഷിക്കണമെങ്കിൽ യഥാർത്ഥത്തിലൊരു പാപമോചനം ആവശ്യമാണ്. ഇന്ന് മനുഷ്യന് സന്തോഷിക്കാൻ മാത്രം കഴിയുന്നില്ല. ജീവിതത്തിൽ നിസാരമായൊരു വേദന വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ അവർ ഒത്തിരി വേദനിക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയാതെ, സമാധാനം എന്തെന്നറിയാതെ ജീവിക്കുന്നവരാണ് അനേകം വ്യക്തികൾ. എന്നാൽ ഇവിടെ
കർത്താവിൻ്റെ വചനം പറയുന്നു, കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിൻ്റെ കൽപ്പനകൾ എനിക്ക് പ്രമോദമാകുന്നു. ആത്മാവിന് സൗഖ്യം പ്രാപിച്ച, ശരീരത്തിന് സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ആനന്ദമാണ് ദൈവ കൽപ്പനകളിൽ, ദൈവവചനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ വേദന അവന് ഏറ്റവും വലുതാണ്. ഇപ്പോൾ തലവേദന ഉള്ളവർ പറയും, അയ്യോ ഇത്രയും വലിയ വേദന ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റു വേദനകൾ വരുമ്പോൾ തൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന, ലോകത്തിലെ ഏറ്റവും വലിയ വേദന എൻ്റെ വേദനയാണെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അത് മാനസികമായ വേദനയാണെങ്കിലും. ഇപ്പോൾ ജീവിച്ചിരിക്കെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചു, പ്രിയപ്പെട്ടവരുടെ മരണം, വേർപാട്, ജീവിതത്തിൽ നഷ്ടമായി, സാമ്പത്തിക നഷ്ടം, അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതൊരു വേദനയായി. എന്നെപ്പോലെ ഇത്ര വേദന അനുഭവിക്കുന്ന ആരും ഈ ലോകത്തിലില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അതായത് എല്ലാവർക്കും അവരവരുടെ വേദന വലുതാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ പാപത്തെ ഉപേക്ഷിച്ച് ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും, ദുഃഖം വന്നാലും, ദാരിദ്ര്യം വന്നാലും അവർക്ക് ആനന്ദമാണ്, സന്തോഷമാണ്. ഇതിന് തെളിവാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. അവർ യേശുവിനെ പ്രതി പീഡിപ്പിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, അവർ ജയിലിലടയ്ക്കപ്പെട്ടു, കാരാഗൃഹത്തിൽ അനേക നാളുകൾ ഇരുളിക്കിടക്കേണ്ടി വന്നു. അവിടെയെല്ലാം അവർ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. കാരണം അവർ യേശുക്രിസ്തു മുഖാന്തരം പാപമോചനവും നിത്യരക്ഷയും പ്രാപിക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. ആ രക്ഷയുടെ സന്തോഷം, ആ പാപമോചനത്തിൻ്റെ സന്തോഷം അവരുടെ ബന്ധനങ്ങളിൽ, കാരാഗൃഹത്തിൽ, അവരുടെ പീഡനങ്ങളിൽ അവർ ആനന്ദമായി, സന്തോഷമായത് കണ്ടെത്തി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ സന്തോഷമായി മാറണമെങ്കിൽ ഈ ഒരു പാപമോചനത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ, ഒരു രക്ഷയുടെ ആനന്ദം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതിന് പാപമോചനമാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് ആ വ്യക്തിയുടെ പാപത്തിൽ നിന്ന് ആ പാപമോചനം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു. ഇതിനൊരു ഉദാഹരണമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധനാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. എന്നാൽ തൻ്റെ ജീവിതത്തിലൊരു സഹനം വന്നു. 2 കൊരിന്ത്യസ് അതിൻ്റെ 12-ാം അധ്യായം 7 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന, കർത്താവിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി ദൈവം ഉപയോഗിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലൊരു മുള്ള്, ഇവിടെ വചനം പറയുകയാണ്, ഒരു ശൂലം തന്നിരിക്കുന്നു. ഈ ശൂലം എന്ന് പറയുന്നത് ഒരു മുള്ളാണ്, ഒരു വേദനയാണ്. വീണ്ടും അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് എന്നെ വിട്ടു പോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അതായത് അനേകം പേർക്ക് രോഗസൗഖ്യവും വിടുതലും നൽകിയ പൗലോസ്ലീഹായ്ക്ക് ഇതാ ഒരു ശൂലം, ഒരു വേദന. ഇത് മാറിപ്പോവാൻ വേണ്ടി, ഇത് വിട്ടുപോകാൻ വേണ്ടി, ഇതിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ വേണ്ടി 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കും, രോഗസൗഖ്യം നൽകുന്ന ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചാൽ നമ്മൾ കളിയാക്കും, നിന്ദിക്കും, പരിഹസിക്കും. അനേകം പേർക്ക് സൗഖ്യം നൽകിയ, അനേകം പേർക്ക് വിടുതൽ നൽകിയ, രോഗസൗഖ്യം നൽകിയ വ്യക്തിക്ക് ഒരു രോഗം ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളവരെ കളിയാക്കും, പുച്ഛിക്കും, പരിഹസിക്കും. എന്നാൽ ആ സ്ഥാനത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. ഇതാ തന്നെ അനേകം പേരെ സൗഖ്യം നൽകുക മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുക കൂടി ചെയ്തൊരു വ്യക്തിയാണ്.
അനേകം പേരുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വിടുതൽ നൽകുവാൻ, സൗഖ്യം നൽകാൻ ദൈവം ശക്തമായി ഉപയോഗിച്ച കർത്താവിൻ്റെ വേലക്കാരനാണ്, സുവിശേഷകനാണ് ഒരു പരിശുദ്ധനായ പൗലോസ്ലീഹ. തനിക്കൊരു മുള്ളു വന്നപ്പോൾ, തനിക്കൊരു വേദന വന്നപ്പോൾ, തനിക്കൊരു സഹനം വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായപ്പോൾ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകിയില്ല. എന്തിനാണ് കർത്താവ് അത് വിടുതൽ നൽകാതിരിക്കുന്നതിൻ്റെ കാരണം അത് ആദ്യമേ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം, ഒരു മുള്ള് തന്നിരിക്കുകയാണ്. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അപ്പോൾ എന്തിനാണ് ഈ സഹനം അനുവദിച്ചത്? അനേകം പേർക്ക് രോഗസൗഖ്യം നൽകിയ ഇതാ കർത്താവിൻ്റെ ശിഷ്യൻ ഇപ്പോൾ രോഗിയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ അനേകം പേർക്ക് സഹനങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയ, കഷ്ടതയിൽ നിന്ന് മോചനം നൽകിയ കർത്താവിൻ്റെ ശിഷ്യൻ ഇപ്പോൾ ഇതാ കഷ്ടത അനുഭവിക്കുന്നു, രോഗമനുഭവിക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? വചനം പറയുകയാണ്, ഞാൻ അഹങ്കരിച്ചു പോകാതിരിപ്പാൻ, നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം ഒരുക്കിയ ഒന്നാണ് ഈ സഹനമെന്ന് പരിശുദ്ധനായ പൗലോസ് തിരിച്ചറിഞ്ഞു. അതായത് ഈ നിഗളം എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്ന ഒരു പാപമാണ്. ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്ന പലരും ന്യായീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുന്നില്ല. എന്നാൽ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരുന്ന ഒരു പാപമാണ് നിഗളം, അഹങ്കാരം, ഞാനെന്ന ഭാവം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, ഞാൻ അധ്വാനിച്ചു, ഞാൻ സമ്പാദിച്ചു, എൻ്റേതാണിതെല്ലാം, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ്. ഇങ്ങനെ നമ്മൾ സ്വയത്തിൽ അഹങ്കരിക്കുമ്പോൾ, സ്വയത്തിൽ തൃപ്തിപ്പെടുമ്പോൾ, അവിടെ വചനം പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ഞാനെന്ന ഭാവം അത് ഏറ്റവും വലിയ പാപമാണ്. അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ പാപമാണ് അഹങ്കാരം. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഞാനതിൽ നിഗളിച്ചു പോകാതിരിപ്പാൻ, അഹങ്കരിക്കാതിരിപ്പാൻ എൻ്റെ ബലഹീനത ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ, ഞാൻ ഒരു ബലഹീനനാണെന്ന് പ്രശംസിക്കാൻ, എൻ്റെ ബലഹീനതയെ പ്രശംസിക്കാൻ ദൈവം എനിക്കൊരു സഹനം, ഒരു മുള്ള്, ഒരു ശൂലം ദൈവം എനിക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ദൈവഭക്തിയിലാണ് ജീവിക്കുന്നത്, ഞാൻ എല്ലാ നോമ്പും കൃത്യമായി നോക്കുന്നു, എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി ചൊല്ലുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ദൈവം ഇത് എനിക്ക് അനുവദിച്ചു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ ഇതിനുത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഒരുപക്ഷെ ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നീ നിഗളിച്ചു പോകാതിരിപ്പാൻ, അഹങ്കരിക്കാതിരിക്കാൻ നിൻ്റെ ജീവിതത്തിൻ്റെ സഹനം ദൈവം അനുവദിക്കാം. ഒരുപക്ഷെ ഇത് രോഗമായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, കഷ്ടതയായിരിക്കാം, നിന്ദനമായിരിക്കാം, പരിഹാസമായിരിക്കാം, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിന് കുറ്റം ആരോപിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് നീ അനുഭവിക്കുന്ന സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ നിഗളിച്ചു പോകാതിരിപ്പാൻ, അഹങ്കരിപ്പാതിരിപ്പാൻ, ദൈവം നൽകിയ നന്മകൾ തിരിച്ചറിയാതെ സ്വയത്തിൽ പ്രശംസിക്കാതിരിപ്പാൻ, ബലഹീനതയെ പ്രശംസിപ്പാൻ ദൈവം ഒരുക്കുന്ന ഒരവസരമായി ഈ സഹനത്തെ കാണണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മിലേക്ക് തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാം. ഈ കഷ്ടത എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു? ഈ സഹനത്തിൻ്റെ തീച്ചുരുളുടെ എന്തുകൊണ്ട് ദൈവം എന്നെ നടത്തുന്നു? എൻ്റെ ശരീരത്തിലും എൻ്റെ ആത്മാവിനും ഒരു സൗഖ്യം ആവശ്യമാണ്. ഒരുപക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറിയില്ല, എൻ്റെ കഷ്ടത മാറിയില്ല, എൻ്റെ സഹനത്തിൻ്റെ തീച്ചുള ആളിക്കത്തുകയാണ് എൻ്റെ ജീവിതത്തിൽ. അതും നന്മയ്ക്കാക്കി മാറ്റുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ, ഞാൻ പ്രശംസിക്കാതെ, ഞാൻ ആത്മപ്രശംസ നടത്താതിരിക്കാൻ, ഞാൻ സ്വയത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ, നിഗളിക്കാതിരിക്കാൻ ദൈവം എനിക്ക് നൽകുന്നൊരു ശൂലമാണ്, ഒരു മുള്ളാണ്, ഒരു വേദനയാണ് ഈ കഷ്ടത, ഈ സഹനമെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന് ദൈവസ്ഥന് സമ്മതിക്കാൻ, പാപം ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ, അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ
ഈ സഹനം എൻ്റെ അനുഗ്രഹത്തിന് കാരണമായി എന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഈ സഹനത്തെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് നമുക്ക് വേണ്ടി സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ യേശുവിൻ്റെ കരങ്ങളിലും കാലുകളിലും വിലാവിലും ആ കർത്താവ് കാണിച്ചു കൊടുത്ത ആ മുറിവിലേക്ക് ഇന്നും മുറിക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി പരസ്യയാഗമായി നിൽക്കുന്ന കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് നമ്മുടെ സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അത് രോഗമായാലും അത് ശാരീരികമായ ആത്മീയമായ രോഗമായാലും അത് മനസ്സിൻ്റെ മുറിവുകളായാലും അതെല്ലാം യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ മുറിവിനാൽ നിൻ്റെ അട്ടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന ആ വലിയ പ്രത്യാശയിൽ എല്ലാ സഹനങ്ങളും കർത്താവിൻ്റെ തിരുമുറിവ് സമർപ്പിച്ചുകൊണ്ട് ഇത് എൻ്റെ വിശുദ്ധീകരണത്തിന് എൻ്റെ അനുഗ്രഹത്തിനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ നമുക്ക് നമ്മെ തന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. ഒരു സ്വർണം തീയിലിട്ട് ഉരുക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ, കഷ്ടതകൾ ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ബാഹ്യമായൊരു പാപം ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ആന്തരികമായ അനേക പാപത്തിൻ്റെ അടിമനുഭവത്തിലാണ് കർത്താവ്. ഞങ്ങൾ സ്വയം അഹങ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിൻ്റെ അടിമനുഖത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അതെല്ലാം കർത്താവ് നിൻ്റെ തിരുമുറിയിലേക്ക് സമർപ്പിക്കുന്നു. അതെല്ലാം നിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമായി തീരുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന രോഗത്തിൻ്റെ, ഭാരത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, കഷ്ടതയുടെ അവസ്ഥയിലായിരിക്കുന്ന എല്ലാവരും നിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലോകം മുഴുവൻ രോഗത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കേട്ട വചനം മുഖാന്തരം ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ അത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ അനുഭവിച്ച എല്ലാ സഹനങ്ങളും അനേകം പേരുടെ വിശുദ്ധീകരണത്തിന് കാഴ്ചയർപ്പിക്കുവാൻ അത് മുഖാന്തരമായെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് അമ്മ പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടെ മാത്രം എടുക്കണമല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.